പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദുരിതത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ഹൃദയ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സകല ലോകനായക നമിച്ചിടുന്നു നിൻ പദം. പ്രിയമൊടീശുനാഥനെ പുകഴ്ത്തിടുന്നു നിന്നെ ഞാൻ. അരുളിടുന്നു മേനികൾക്കു നീയുയർപ്പു ദൈവമേ. പരിചോടാത്മരക്ഷയും തരുന്നു നാഥനായ നീ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം ഹൃദയം ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തുക സർവരുമേ, കർത്താവിൻ സ്തുതി പാടിടുവിൻ. നിത്യം ജീവിക്കുന്നവനാ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. പരിശുദ്ധൻ നീ സർവേശ, പരിശുദ്ധൻ നീ ബലവാനേ, പരിശുദ്ധൻ നീ അമർത്യനേ. കൃപ നീ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സഭനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായിരിക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വമ്പു പറച്ചിൽ എവിടെ? അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലോ? അല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ദൈവം യഹൂദരുടേത് മാത്രമാണോ? വിജാതിയരുടേതുമല്ലേ? അതെ, അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും. ആകയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണോ? ഒരിക്കലുമല്ല. നിയമത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 8 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന് മുമ്പില് ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ അരികിൽ വന്ന് വേദനയോടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ നമുക്കൊന്ന് മനസ്സുണ്ടാകണം. അതാണ് യഥാർത്ഥ ദൈവിക സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ കുർബാന അർപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, മക്കൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ല. അവർക്കും പ്രാർത്ഥിക്കണം, അതുപോലെ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കപ്പെടപ്പെട്ടവരാണ്. ശതാധിപൻ ഭൃത്യന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, കൂടെയുള്ള ഭൃത്യന് വേണ്ടി. അങ്ങനെ അവനുമായിട്ടൊരു ആഴമേറിയ ബന്ധം അവനുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് പറ്റണം. എൻ്റെ കൂടെയുള്ളവർക്കും കൂടി അവരുടെ വേദനകൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉണർത്തുന്ന മനസ്സാണ് കർത്താവ് കാണുന്നത്. അങ്ങനെ ഒരു മനസ്സ് എനിക്കുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവന്റെ വേദന ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാനുള്ളൊരു മനസ്സ് എൻ്റെ കൂട്ടുകാരുടെയാണ്, ബന്ധുമിത്രാദികളുടെയാണ്, എൻ്റെ അരികിൽ വന്ന് വേദന പങ്കുവെച്ചവരുടെയാണ്. പ്രാർത്ഥിക്കാട്ടോ എന്ന് നമ്മളൊരു വാക്ക്, മധുരവാക്ക്, ആ മധുരവാക്ക് മാത്രമാകാതിരിക്കട്ടെ, നീറുന്ന വാക്കായിട്ട് മാറണം. അത് സമർപ്പിക്കണം. ഒരു ദിവസം പോലും ഓർക്കാതെ പോകരുത്. അത് കഴിയുമ്പോൾ അവർക്ക് നടന്നു കഴിയുമ്പോൾ നിന്റെ അരികിൽ വന്ന് പറയതേ നടന്നോട്ടോ, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ചിലപ്പോ നമ്മൾ ഓർത്തിട്ട് പോലും ഉണ്ടാകില്ല, ചിലപ്പോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ആ ആശംസ അല്ലെങ്കിൽ നന്ദി വന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് മനസ്സോ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയല്ല, ഓർത്ത് പ്രാർത്ഥിക്കാൻ ശതാധിപൻ കാണിച്ചത് ആ വിശ്വാസം. എൻ്റെ വൃത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന പ്രവർത്താൻ മനസ്സുണ്ടായി. അങ്ങനെ ഒരു മനസ്സ് എനിക്കുണ്ടാകട്ടെ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ശതാധിപൻ അവൻ എടുക്കൽ യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവദിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി സുഖരായത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിൽ എറിയിക്കപ്പെടും, അവിടെ വിലാപവും തല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹനാഥനായ ഈശോയെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ ആവശ്യങ്ങളെയും വേദനകളെയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനും ആഴമായ വിശ്വാസത്തിൽ വളരുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കാം. എൻ്റെ അരികിൽ വന്ന് വേദനകൾ പങ്കുവെച്ച് എല്ലാ വ്യക്തികളുടെ മുഖങ്ങളെ നിമിഷം നോർക്കാം. അവരെ ദൈവസന്നിധിയിലേക്ക് ഉണർത്തിക്കുക. ആ കടപ്പാട് വേറൊരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അവരെന്റെ മുമ്പിലാണ് കരഞ്ഞത്. ആ കരഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ കരഞ്ഞ വ്യക്തി ആ മുഖം ഒന്ന് കണ്ടുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ഒന്നല്ല, നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. രക്ഷകണമായ ജനം മുഴുവന്റെയും കടങ്ങൾ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളും ചേർക്കാം. ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാ വ്യക്തികൾക്ക് നിമിഷം പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ അവരെ തുടരണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുക. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെ മറിതനെ മറിപിതാവിനെ സ്മരണായി ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൃഷ്ടികരാകുക. എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകത്താൽ വിധിരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുപേക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ
നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥനയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ദുഷ്ടതയിലും സ്വൈരം വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവംശങ്ങളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങൾ വാക്കണമേ. വിശുദ്ധ സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരുടെയും ശ്രാഫന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും അകലരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കസയുമെടുത്ത് കൃതാസത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവേൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുമായ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാറാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി തിരുവധീഷനായ വേണ്ടി തിരുവധീഷനായ മാർപ്പോളി കണ്ണുകാട് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും
രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രവർത്തിക്കാത്ത വ്യക്തികൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ വേദനകൾ, സഹനങ്ങൾ, കണ്ണുനീരുകൾ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്നവർ, പ്രശ്നവിധേയമാകുന്നു വിദേശങ്ങളിലായിരിക്കുന്നു, കുടുംബ പ്രശ്നങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടവർ, പാപാവസ്ഥകളിലൂടെ യാത്ര ചെയ്യുന്നവർ, പാപത്തിന്റെ പരിണഫലങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ, യുവജനങ്ങൾ, കുഞ്ഞുമക്കൾ, യോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ എന്നിൽ നീ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ നിറയണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ നിന്നെ പരിശുദ്ധാത്മാവരുടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് നിന്നെ ആശീർവദിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഏർപ്പുള്ള പ്രത്യാശയ്ക്കും നീ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖാതിരുന്നതുമായ ജീവിതനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധ ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥന നിയമങ്ങളോടും കരുണ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവിതായിക്കും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായതും സഹോദരൻ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. ഈ ദിവ്യാനത്തിലേക്ക് നമുക്ക് നോക്കാം. എൻ്റെ ഉള്ളിലേക്ക് ഈശോ വരണമേ എന്ന നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചു. പാപിയാണ്, പാപാവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാലും ഈ നിമിഷം ഈശോ വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടട്ടെ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. എൻ്റെ ജീവിതത്തിലെ ഈശോ തുറയേണ്ട എല്ലാ അവസ്ഥകളും, വേദനകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ,
പാപാന്തരീക്ഷങ്ങൾ, ദൈവമേ എന്റെ ദുഷ്ടതകൾ, എന്റെ മനസ്സിന്റെ കാഠിന്യങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ, ദൈവമേ നിമിഷം ഞാൻ പ്രാർത്ഥിക്കേണ്ട വ്യക്തികൾ, എന്റെ കുടുംബം, എല്ലാവരിലേക്ക് നിമിഷം കടന്നു വരണമേ എന്ന് നീരോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് സ്നാതനം പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വത്തിലേക്ക് ഇരികരങ്ങളെ വെറുതെ പിടിച്ച് വിശ്വാസം വരിതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളുടെ കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾ ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രനും പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇത് പാപികളെ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കിടന്ന പ്രതിക്കും ജീവനും കാരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഞങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ മാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ, കർത്താവിന്റെ മേൽസലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളെ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല വലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥന, ഉദ്യമം, യാത്രകൾ, നിയോഗങ്ങൾ, വേദനകൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം വിശ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെയും സ്തുതി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളെയും പ്രതിയും പാപങ്ങളെയും മോചനത്തിനായി കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോയില്ലെന്ന് അറിഞ്ഞുകൂടാ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.